പൂ പോലെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു മൊട്ട് വരും, അത് പിന്നെ പൂവാവും, ഇത് പിന്നെ ഒരു കായാവും, അതിന് അത് പഴുക്കും. ഇത് മൊത്തത്തിലൊരു 1 മന്തിൻ്റെ പ്രോസസ്സാണ് മൊത്തത്തിൽ. നമ്മുടെ വീട്ടിൽ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരു കായ നമ്മുടെ വീട്ടിൽ കായ്ക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ പോയി നോക്കുമ്പോൾ അതിൽ കാച്ചുകൊണ്ടിരിക്കുന്നത് കാണും, പക്ഷെ ഒരു സമയത്ത് ഒരെണ്ണവേ ഇത് കായായിട്ട് വരത്തുള്ളൂ. ഇതുവരെ ഒരിക്കലും മൾട്ടിപ്പിൾ ആയിട്ട് ഇതുവരെ കാച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൊതി തീരെ ആക്ച്വലി കഴിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഒരെണ്ണം വരും, മറ്റേ ജീസസ് ക്രൈസ്റ്റിന്റെ ഇതുപോലെ നമ്മൾ മറ്റേ വെട്ടി 6 പേർക്ക് പീസാകുമ്പോഴത്തേനും പിന്നെ മണപ്പിക്കാൻ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ് ആക്ച്വലി ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്ന് കട്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്ലെയിമർ പറയാണ്, എനിക്കിത് വെട്ടാൻ അറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ ഒരു മാസത്തിൽ കായ്ക്കുന്നതുകൊണ്ട് ഭയങ്കര സ്വർഗത്തിൽ നിന്ന് വന്നൊരു സാധനം പോലെ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അമ്മ മറ്റേ സൂക്ഷിച്ച് വെട്ടി നീറ്റാക്കി എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ ഇട്ട് അങ്ങനെ, അല്ലാതെ വഴി കൂടി പോകുന്നവർക്കൊന്നും വെട്ടാനൊന്നും ഇവിടെ സമ്മതിക്കില്ലായിരുന്നു. എങ്ങാനും വെട്ടി കുളവായാൽ പിന്നെ ഇനി അടുത്ത മാസം അടുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെട്ടിയിട്ടില്ല, ഞാൻ കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ വെട്ടാൻ പോവാണ്. പിന്നെ എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാം. കമോൺ. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ഒരു ചെറിയ റൗണ്ട് പോലെ കട്ട് ചെയ്യാം. ടടാ. എന്നിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം നൈഫ് വെച്ചിട്ട്. അതാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് വെട്ടുന്നതിൽ ഒരു എക്സ്പേർട്ടാണ്. ഈ ധോണിയൊക്കെ ഒന്ന് 6 അടിക്കുന്ന പോലെയാണ് അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് വെട്ടുന്നത്. ഞാൻ കഴിക്കുന്നതിൽ എക്സ്പേർട്ടാണ്, വെട്ടുന്നതിൽ എക്സ്പേർട്ടല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ പീൽ ചെയ്യണം. ഡ്രാഗൺ ഫ്രൂട്ടുമായി ഇടപഴകുമ്പോൾ